നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കാട്ടുകള്ളന്മാർക്കുമേലെ ഹൈക്കോടതി ഉടുമ്പിൻ പിടുത്തമിട്ടതോടെ CPM തലമണ്ട പിളർന്നു നിൽക്കുകയാണ്. ഒരു തരത്തിലും തല പുറത്തു കാണിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് പാർട്ടിയും ഭരണകൂടവും എത്തി നിൽക്കുന്നു. അണികളും നേതാക്കളും അവരുടെ മനോവീര്യം ചോർന്നു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിലേക്ക് എങ്ങനെ പ്രചാരണത്തിന് ഇറങ്ങും? കാട്ടുകള്ളന്മാരെന്ന വിളിപ്പേര് കേൾക്കാനാണോ പ്രചാരണത്തിന് ഇറങ്ങുന്നത്? നാറിപ്പുഴുത്തു നിന്നിട്ടും ജനം മൂക്ക് പൊത്തിയിട്ടും പാർട്ടി ആഫീസിലും CM ഓഫീസിലും മുല്ലപ്പൂ ഗന്ധമെന്ന് പറയാൻ ലേശം ഉളുപ്പില്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവരെ പാർട്ടി ഉടൻ പുറത്താക്കണം. പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന് ജനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വോട്ടും ചോദിച്ച് ചെല്ലാൻ നാണക്കേടുണ്ടെന്ന് വെട്ടിത്തുറന്നടിച്ച് താഴെത്തട്ടിലെ നേതാക്കളും പ്രവർത്തകരും. കടകംപള്ളിയെ ചവിട്ടി പുറത്താക്കണമെന്നും എന്തിനീ വിഴുപ്പൊക്കെ പാർട്ടി ചുമക്കണം എന്നുള്ള ചോദ്യവും പാർട്ടിക്കാർ തന്നെ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPMൽ കൂട്ടയടിയും ബഹളവും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലെ അടി പുറത്തേക്ക് വരാതിരിക്കാൻ പരമാവധി മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അറസ്റ്റിലായിരിക്കുന്നവരുടെ പാർട്ടി ബന്ധം പറഞ്ഞ് ജനം മുൾമുനയിൽ നിർത്തുകയാണ് പാർട്ടി പ്രവർത്തകരെ. ഇതിലൊരു തീരുമാനമുണ്ടാകാതെ പ്രചരണത്തിന് ഇറങ്ങില്ലെന്ന് കടുംപിടുത്തവുമായി ഒരു കൂട്ടർ നിൽക്കുന്നു. പ്രചാരണത്തിന് വീട് കയറുമ്പോൾ കാട്ടുകള്ളന്മാരെന്ന കൂക്കുവിളിയാണ്. ചൂലുംകെട്ടിന് ജനം അടിക്കുമെന്ന പേടിയിൽ പ്രവർത്തകർ ഓടുന്നുവെന്നും വിമർശനവും ആരോപണങ്ങളും ശക്തമാകുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള CPMന്റെ കൈവിട്ടു പോയിരിക്കുകയാണ്. ഒരു തരത്തിലും എവിടെയും ഒരു ന്യായീകരണം പോലും നിരത്താൻ കഴിയാത്ത വിധം CPM അടിപതറി പാതാളക്കുഴിയിലേക്ക് വീഴുന്നു. ഇതിനിടെ അയ്യപ്പനെ വെല്ലുവിളിച്ച ചില CPM നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും വായിലെ പിരിവെട്ടുകയാണ് ഇന്നിപ്പോൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മന്ത്രിയായിരുന്ന 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കടകംപള്ളി നടത്തിയ 13 വിദേശ യാത്രകളുടെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. SIT ആണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ ബദലായ അന്വേഷണം നടത്തുന്നുണ്ട്. EDയോ CBIയോ കടകംപള്ളി സുരേന്ദ്രനെ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അടിപതറി വീഴും CPM. അത്തരത്തിലൊരു ഗതികേടിലേക്ക് വീഴാതിരിക്കാൻ SITയെ കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രി. മറ്റൊന്നും കേരളത്തിലെ ക്രമസമാധാനത്തെക്കുറിച്ചൊന്നും നോക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും ആഭ്യന്തര മന്ത്രിക്ക് സമയമില്ല. എങ്ങനെയും കടകംപള്ളി സുരേന്ദ്രനെ വിവാദങ്ങളിൽ നിന്ന് ഊരിയെടുക്കുക എന്നുള്ള ഒരൊറ്റ നീക്കം മാത്രമാണ് മുൻപിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ മുൻപിൽ കിടക്കുന്നത്. ആ പേടിയിൽ നിന്ന് വിറങ്ങലിക്കുകയാണ് ഓരോ CPMകാരനും. കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശ യാത്രകളിൽ സംശയമുണ്ട് എന്നുള്ള ചില സൂചനകളുണ്ട്. ഇതിൽ 8 യാത്രകൾ ഔദ്യോഗികമായിരുന്നപ്പോൾ 5 എണ്ണം തികച്ചും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നാണ് സൂചന. വിദേശയാത്രകൾക്ക് പുറമെ കടകംപള്ളി നടത്തിയ ബംഗളൂരു ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ബംഗളൂരുവിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു എന്ന സൂചനയുണ്ട്. ഇവിടെ വെച്ച് ഗോവർദ്ധനെയും കണ്ടു എന്ന വിവരമുണ്ട്. കടകംപള്ളിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കടകംപള്ളിയുടെ ഇറ്റലി യാത്ര ഔദ്യോഗികമായിരുന്നു. അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അന്വേഷണം ശക്തമാകും. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതോടുകൂടി തന്നെ മനോവീര്യം ചോർന്നു CPMന്റെ. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ നിൽക്കുമ്പോൾ പ്രചാരണത്തിന് വലിയ പരിപാടികളിലേക്ക് CPM കടന്നിരിക്കുകയാണ്. അതിലും ഒരുപടി മുന്നിലേക്ക് UDFും കോൺഗ്രസും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനിരിക്കുകയാണ്. എന്നാൽ CPM ആകട്ടെ, CPMന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കാകട്ടെ വീട് കയറി പ്രചാരണത്തിന് പോകാൻ, വോട്ടും ചോദിച്ച് ചെല്ലാൻ അവർക്ക് ഭയമാകുകയാണ്. ശബരിമലയെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരക്ഷരം പ്രതികരിക്കാനില്ലാത്ത ഗതികേടാണ്. പത്മകുമാറിനെ പുറത്താക്കിയോ? വാസുവിനെ പാർട്ടി പുറത്താക്കിയോ? വിജയകുമാറിനെ പാർട്ടി പുറത്താക്കിയോ? കടകംപള്ളിക്കെതിരെ പാർട്ടി എന്ത് തീരുമാനമെടുക്കും? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നാൽ അടിപതറിപ്പോകും താഴെ തട്ടിലെ പ്രവർത്തകർക്ക്. താഴെ തട്ട് തന്നെ പിളർന്നു നിൽക്കുകയാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ പോലും CPMന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്.
അത്രത്തോളം വലിയ പതനമാണ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വലിച്ച് ചുഴറ്റി എറിഞ്ഞത്. എന്നാൽ അതിപ്പോഴും പൂർണ്ണമായി സമ്മതിക്കാൻ എം വി ഗോവിന്ദനോ മറ്റു പാർട്ടി നേതാക്കളോ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ കൂടി കാരണത്തടിയായി പോയത്. കടകംപള്ളി സുരേന്ദ്രനെ വെള്ളപൂശാൻ സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തത് കൊഴുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളകളിലെല്ലാം തന്നെ ശബരിമല കൃത്യമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കടകംപള്ളി വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വേദികളിലെല്ലാം, മാധ്യമങ്ങൾക്ക് മുൻപിലെല്ലാം വി.ഡി. സതീശൻ ഈ വിഷയം എടുത്തിടുന്നുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിലും കടകംപള്ളിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താനാണ് SIT ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ കടകംപള്ളിയെയും പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നും സൂചനകളുണ്ട്. എന്നാൽ ഇതൊന്നും ആഭ്യന്തരമന്ത്രിക്ക് തടയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും ചോദ്യം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും SITക്ക് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പിണറായി വിജയന് കടകംപള്ളി സുരേന്ദ്രനെയോ മറ്റുള്ള ആരെയുമോ സംരക്ഷിക്കാനോ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇവരെ ഒന്നും രക്ഷിച്ചെടുക്കാനോ കഴിയില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇരട്ടച്ചങ്കന്റെ ഓട്ടച്ചങ്ക് തകർന്നിരിക്കുകയാണിപ്പോൾ. ഓട്ടച്ചങ്കും ഓവർ ബിൽഡപ്പുമാണല്ലോ പിണറായിയുടെ മെയിൻ. അതായത് PR വർക്കിലൂടെ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയാണല്ലോ പിണറായിസം. അതിന്റെ കാറ്റഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ആരോപണങ്ങളെല്ലാം കടകംപള്ളി നിഷേധിച്ചതായിട്ടാണ് വിവരങ്ങൾ. ബംഗളൂരുവിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തികച്ചും വ്യക്തിപരമായ യാത്രയായിരുന്നുവെന്നും പ്രതിയുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുമാണ് കടകംപള്ളിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലെന്നും കടകംപള്ളി ആരോപിക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാകാനാണ് കടകംപള്ളി? കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ഇവിടെ അന്വേഷണം നടക്കുന്നത്. ഇവിടെ ഭരിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കേന്ദ്ര ഏജൻസികളല്ല അന്വേഷണം നടത്തുന്നത്. ഇതിൽ EDയും CBIയും ഒക്കെ സമാന്തരമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പ്രധാനമായും ഇപ്പോൾ അന്വേഷണം ശക്തമാക്കി നടത്തുന്നത് SIT ആണ്. SIT പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് രാഷ്ട്രീയ ആയുധമാകുന്നത്? കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയപരമല്ല, തികച്ചും അത് അനിവാര്യമായ കാര്യം തന്നെയാണ്. കാരണം ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന ആൾക്ക് ദേവസ്വം വകുപ്പിൽ നടന്നതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണോ? അപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് മന്ത്രിയോട് ചോദിച്ചറിയേണ്ട ഉത്തരവാദിത്വം SITക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. അതെങ്ങനെ ഗൂഢാലോചനയും രാഷ്ട്രീയ കളിയും ഒക്കെയാകും? തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്ന്. കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യം തന്നെയായിരുന്നു. ഇനിയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്ന് ചില സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ, അതായത് വൈരുദ്ധ്യമായ ചില മൊഴികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. തന്റെ വിദേശയാത്രകളെല്ലാം കൃത്യമായ അനുമതിയോടെ നടത്തിയതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും കടകംപള്ളി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസും BJPയും വെവ്വേറെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സർക്കാരിനെ അടപടലം ഉലയ്ക്കുന്നതാണ്. ശബരിമല വിഷയം സർക്കാരിനെ തീച്ചൂളയിൽ നിർത്തുന്നുണ്ട്. പാർട്ടി കേന്ദ്രങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മനഃപൂർവ്വം നീട്ടിവെക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട്. കോടതി ഇടപെട്ടതിനാലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും ഈ കേസിൽ ആരും നിഷ്കളങ്കരല്ല എന്നും സതീശൻ തുറന്നടിച്ചു. CPMന് ക്ഷീണമുണ്ടാക്കുമെന്ന ഭയത്താലാണ് ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചതെന്നും കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പങ്ക് ഉറപ്പിക്കുന്ന തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. സർക്കാർ പ്രതികൾക്ക് കുടപിടിക്കുകയാണെന്നും റിമാൻഡിലായവർ കൂടുതൽ നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുമോ എന്ന ഭയം സർക്കാരിനുണ്ടെന്നും സതീശൻ ആരോപിച്ചു. എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ സർക്കാർ ഇടപെടാറില്ലെങ്കിലും ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടാറുണ്ടെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം അത് സംശയങ്ങൾ ജനിപ്പിക്കുന്നത് തന്നെയാണ്. എന്തിനാണ് അവിടുത്തെ ഒരു പോറ്റിയുമായിട്ട് ഇത്ര വലിയ ഒരു ബന്ധം കടകംപള്ളി സൂക്ഷിച്ചത്?
എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. സ്പോൺസർ എന്ന നിലയിൽ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ടെന്ന് കടകംപള്ളി സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വഴിവിട്ട സഹായങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടികൾ തൃപ്തികരമല്ല എന്നാണ് SITയുടെ വിലയിരുത്തൽ. സ്വർണം പൂശാനായി ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ സർക്കാരിന്റെയോ മന്ത്രിയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് കടകംപള്ളി ആവർത്തിക്കുകയാണ്. പക്ഷേ പത്മകുമാറും പോറ്റിയും ആവർത്തിച്ചു പറയുന്നുണ്ട് മന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു എന്ന്. അപ്പോൾ ഇവരിൽ ആര് പറയുന്നതാണ് വാസ്തവം? പ്രതിയായ പോറ്റി കഴക്കൂട്ടം മണ്ഡലത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നത് ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന CPMനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്താൽ കളി മാറുമെന്ന തിരിച്ചറിവിൽ സർക്കാരും CPMും കടുത്ത ആശങ്കയിലാണ്. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഇറിഡിയം പുരാവസ്തു തട്ടിപ്പ് മാഫിയയ്ക്ക് കവർച്ചയിൽ പങ്കുണ്ടെന്ന് SIT തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം അനിവാര്യമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷവും നിൽക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലവിൽ മന്ത്രിയുടെ മൊഴികളിലെ അവ്യക്തതയിൽ തട്ടി നിൽക്കുമ്പോൾ CBI എത്തുന്നതോടെ ഉന്നതതല ഗൂഢാലോചനകൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CBI അന്വേഷണത്തിലെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ അന്വേഷണം പുരോഗതിയില്ല എന്ന് കണ്ടാൽ കോടതി തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അടപടലം പെട്ടിരിക്കുകയാണ് പാർട്ടിയും ഭരണകൂടവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.